രാജ്യത്തെ രണ്ടാമത്തെ കരകൗശല മേളയായ സർഗാലയ അന്താരാഷ്ട്ര കരകൗശല മേള ഡിസംബർ 22 മുതൽ 18 ദിവസത്തെ മേളയിൽ 11 രാജ്യങ്ങളിലെ കരകൗശല വിദഗ്ധരെത്തും. 2 ലക്ഷത്തിൽ പരം സഞ്ചാരികളെ കാത്തിരിക്കുകയാണ് സർഗാലയ. നെതർലൻഡ്സ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഗ്രീൻ ഡെസ്റ്റിനേഷൻസിൻ്റെ ലോകത്തെ ഏറ്റവും മികച്ച 100 സുസ്ഥിര വികസന സ്റ്റോറികളിൽ ഇടം നേടിയ അന്താരാഷ്ട്ര നേട്ടത്തിൻ്റെ നിറവിലാണ് സർഗാലയുടെ 11ാമത് വാർഷിക കരകൗശല മേള സംഘടിപ്പിക്കുന്നത്. ഭാരത സർക്കാർ വിനോദസഞ്ചാര വകുപ്പ്, വസ്ത്ര മന്ത്രാലയം, കേരള സർക്കാർ വിനോദസഞ്ചാര വകുപ്പ്, നബാർഡ് എന്നിവയുടെ സഹകരണത്തോടെ സർഗാലയ ഒരുക്കുന്ന സർഗാലയ ഇന്റർനാഷണൽ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് ഫെസ്റ്റിവലിന്റെ ഔപചാരിക ഉദ്ഘാടനം 22-ന് വൈകിട്ട് 6:30 കാനത്തിൽ ജമീല MLA നിർവഹിക്കും. പയ്യോളി നഗരസഭാ ചെയർമാൻ VK അബ്ദുറഹിമാൻ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. സർഗാലയ അന്താരാഷ്ട്ര കരകൗശല മേള ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയതും ഇന്ത്യയിലെ രണ്ടാമത്തേതുമാണ്. സർഗാലയുടെ 11ാമത് എഡിഷൻ വാർഷിക കരകൗശല മേളയാണ് ഡിസംബർ 22 മുതൽ ജനുവരി 8 വരെ 18 ദിവസങ്ങളിലായി സംഘടിപ്പിക്കുന്നത്. നെതർലാൻഡ് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഗ്രീൻ ഡെസ്റ്റിനേഷൻ്റെ ലോകത്തെ ഏറ്റവും മികച്ച 100 സുസ്ഥിര വികസന സ്റ്റോളുകൾ ഇടം തേടി അന്താരാഷ്ട്ര നേട്ടത്തിൻ്റെ നിറവിലാണ് സർഗാലയുടെ 11ാമത് വാർഷിക. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നല്ല, പുറത്തുനിന്നും 11 രാജ്യങ്ങളിൽ നിന്നും 25ഓളം സ്റ്റേറ്റുകളിൽ നിന്നുമാണ് ഈ കരകൗശല മേള ഇവിടെ എത്തുന്നത്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയതും ഇന്ത്യയിലെ രണ്ടാമത്തേത് ആണ് എന്നുള്ള ഒരു പ്രത്യേകത നമുക്കുണ്ട് എന്നുള്ളതാണ്. അതിലൊരു അഭിമാനിക്കാൻ പറ്റുന്ന ഒരു നേട്ടം തന്നെയാണ് നമുക്ക് അത് എന്നുള്ളതാണ്. സർഗാലയുടെ 11ാമത് എഡിഷൻ വാർഷിക കരകൗശല മേളയാണ് നടക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ 22-ാം തീയതി മുതൽ 8-ാം തീയതി വരെയാണ്. ഈ വർഷം ശ്രീലങ്ക പാർട്ട്ണർ രാജ്യമായി മേളയിൽ പങ്കെടുക്കും. ഇന്തോനേഷ്യ, റഷ്യ, ഈജിപ്ത് അവർ പുതുതായിട്ട് വരുന്നതാണ്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കഴിഞ്ഞ മുന്നത്തെ വർഷം ഉണ്ടായിരുന്ന ഉഗാണ്ട, ഇപ്രാവശ്യം ഉഗാണ്ട ഉണ്ട്, ഉസ്ബെക്കിസ്ഥാൻ, ശ്രീലങ്കയാണ് നമ്മളൊരു പാർട്ണർ കൺട്രി ആയിട്ടുള്ളത്. അവരുടെ ഒരു 8ഓളം ആർട്ടിസ്റ്റ് അമറയുടെ ഉൽപ്പന്നങ്ങൾ പിന്നെ പ്രദർശനം വെക്കുന്നുണ്ട്. നമ്മൾ സാധാരണ എല്ലാ വർഷവും ചെയ്യുന്ന പോലെ തന്നെ ഇപ്രാവശ്യവും എല്ലാം സൗജന്യമാണ്. 11 രാജ്യങ്ങളിലെ കരകൗശല വിദഗ്ധർ മേളയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ 400-ൽ പരം കരകൗശല വിദഗ്ധർ മേളയിൽ പങ്കെടുക്കും. വനം വന്യജീവി വകുപ്പ് ഒരുക്കുന്ന പ്രദർശന പവലിയൻ, സമഗ്ര ശിക്ഷ കേരള ഒരുക്കുന്ന സംസ്ഥാന ജേതാക്കളായ വിദ്യാർത്ഥി പ്രതിഭകളുടെ കരകൗശല പ്രദർശനം, പരിസ്ഥിതിയുടെ പരിരക്ഷയ്ക്ക് ഇലക്ട്രിക് വാഹനങ്ങളുടെ പ്രചരണത്തിനായി ഗ്രീൻ മൊബിലിറ്റി എക്സ്പോ, വൈവിധ്യമേറിയ കലാപരിപാടികൾ, കേരളീയ ഭക്ഷ്യമേള, ഉസ്ബെക്കിസ്ഥാൻ ഫുഡ് ഫെസ്റ്റ്, ഹൗസ് ബോട്ട്, പെഡൽ മോട്ടോർ ബോട്ട് എന്നിവ മേളയോട് അനുബന്ധിച്ച് ഒരുക്കുന്നുണ്ട്. മലബാർ മെഡിക്കൽ കോളേജും സഹാനി ഹോസ്പിറ്റൽ നന്ദിയും ഒരുക്കുന്ന മെഡിക്കൽ സപ്പോർട്ട് ഡെസ്കും സൗജന്യ BLS ട്രെയിനിങ് എന്നിവയും മേളയുടെ ഭാഗമായി ഒരുക്കുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെ 2 ലക്ഷത്തിൽ പരം സഞ്ചാരികളെയാണ് മേളയുടെ കാലയളവിൽ സർഗാലയയിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി MLA കാനത്തിൽ ജമീല, സർഗാലയ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ PP ഭാസ്കരൻ, ജനറൽ മാനേജർ TK രാജേഷ്, ഹോസ്പിറ്റാലിറ്റി മാനേജർ MT സുരേഷ് ബാബു, ക്രാഫ്റ്റ്സ് ഡിസൈനർ KK ശിവദാസൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, മീഡിയ വടകര. സാധ്യതയുള്ളത് തിരഞ്ഞെടുക്കുന്നതാണ് ഒരു വിദ്യാർത്ഥിയുടെ വിജയം നിർണ്ണയിക്കുന്നത്. സറ്റോരി ആ കാര്യത്തിൽ നിങ്ങൾക്ക് വഴികാട്ടിയാവും. സറ്റോറി എഡ്യൂക്കേഷണൽ ട്രെയിനിംഗ് ആൻഡ് കൺസൾട്ടൻസി നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് എടോടി വടകര. എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ്, ഷിപ്പിംഗ്, ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ്, ഒപ്റ്റിക്കൽ ഫൈബർ ടെക്നോളജി, ലിഫ്റ്റ് ടെക്നോളജി, 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടീഡ് പ്രോഗ്രാം, ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻസ്. സറ്റോറി എഡ്യൂക്കേഷൻ ട്രെയിനിംഗ് കൺസൾട്ടൻസി നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് എടോടി വടകര.